ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് മേടിച്ചത് നല്ല പച്ച അയലയാണ്. മീനിനെ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മസാല കൂട്ടുകൾ നോക്കാം. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യമുള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്തത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം ആഡ് ചെയ്യാതെ നമ്മൾ ഇതുപോലെ തന്നെ പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ വരഞ്ഞ് വെച്ച ആ ഒരു മീനിലോട്ട് നമ്മൾ അതിനകത്ത് നല്ലപോലെ പിടിക്കത്തക്ക വിധം ആ ഒരു മസാല കൂട്ട് വയ്ക്കുവാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ മീനുകളും നമ്മൾ ഇതുപോലെ പുരട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇത്രയും നേരത്തെ ക്ഷീണമൊക്കെ കാണും അതിന്. അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മളൊരു കടായി ചൂടാക്കി അതിൽ പകുതിയോളം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ റെസ്റ്റിന് വെച്ച ആ ഒരു മീനിനെ ഓരോന്നായിട്ട് എടുത്ത് പൊരിക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷമേ നമ്മൾ ഓരോന്നെടുത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഗ്രേവിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ഒരു ഫിഷ് ഫ്രൈ ആണെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ സൈഡിൽ കടായിൽ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അര സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട് ഒന്നും കൂടെ മൊരിച്ചെടുക്കുവാണ്. മറ്റതും അതുപോലെ തന്നെ നമ്മളൊന്ന് മറിച്ചിടുന്നുണ്ട്. ഗായ്സ്, നമുക്ക് കണ്ടറിയാം നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ അതിലത്തെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാമേ. രണ്ടാമത്തെ മീനിനെയും കൂടെ നമ്മൾ അതിൽ നിന്ന് എടുത്ത് പ്ലേറ്റിലോട്ട് വയ്ക്കുന്നുണ്ട്. ഗായ്സ്, ഇതാണ് ഫിഷ് ഫ്രൈയുടെ ലാസ്റ്റത്തെ ലുക്ക്. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പില മൊരിച്ചെടുക്കുന്നുണ്ട്. ആ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മൾ അത് വറുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു ഫിഷ് ഫ്രൈൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇച്ചിരി തൂറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്രഞ്ചിയാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ എടുക്കും വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.